ഇവിടെ കുറച്ചധികം നേന്ത്രപ്പഴം കിടക്കുന്നത് കണ്ടാൽ അപ്പോൾ പിള്ളേർ ചോദിക്കും അമ്മ പഴംദോശ ഉണ്ടാക്കിക്കൂടെയെന്ന്. എന്നാൽ പിന്നെ ഇന്ന് രാവിലെ പഴംദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 3 പഴം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരുവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങ ആക്കി വെച്ചിട്ടുള്ള ആ ബോക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കട്ടെ. അടിപൊളി ബോക്സ് ആയിട്ട് നമുക്ക് ചിക്കനോ മീനോ വെജിറ്റബിൾസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ അടിപൊളി ബോക്സാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മറയൂർ ശർക്കരപ്പൊടി നമ്മൾ വാങ്ങിയതാണ്. ഇല്ലെങ്കിൽ ശർക്കര എടുത്ത് ഇങ്ങനെ പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്കും ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പിന്നെ വീണ്ടും കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ദോശയുടെ ആ ഒരു പരുവം, ദോശയുടെ അത്രയും ലൂസ് ആവേണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്കിന്ന് കലക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യാട്ടോ ചേർക്കാറ്, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കൂസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോന്നെടുത്ത് കഴിക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തെങ്കിലും നോക്കണമെന്ന് വെച്ചാൽ ഞാനുണ്ടല്ലോ ഫുഡ് കഴിക്കുന്ന സമയത്ത് 2-3 ദിവസം മുൻപ് ഞാൻ എൻ്റെ ചുണ്ട് കടിച്ച് പൊട്ടിച്ചു, ഭയങ്കര വേദന കേട്ടോ. അതിനകത്ത് ഞാൻ ഈ ഓയിൻമെൻ്റൊക്കെ ഞാൻ തേച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ചീനുവിനെ ബസ്സിൽ കയറ്റി വിടാനായിട്ട് പോകുക കേട്ടോ. അവൾ വന്നിട്ട് 2 ദിവസമായിട്ടുണ്ട്. ഇന്ന് അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയ പാടെ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കിച്ച് പറയുന്നുണ്ട്, അയ്യോ ഇതെന്ത് ഇത്ര പെട്ടെന്ന് ബസ് വന്നതൊന്നും യാത്ര പറയാൻ പോലും സമയം കിട്ടിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ നട്ടുച്ച സമയത്തായിട്ട് അവൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ പറഞ്ഞയച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ, പോട്ടെ.